എല്ലാവർക്കും എൻട്രി വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിയയെക്കുറിച്ച് പഠിച്ചു അല്ലേ? അതിൽ വിനയച്ചത്തിൻ്റെ 5 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വിനയച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അതായത് എന്താണ്? ഇപ്പോൾ കണ്ട് ചിരിച്ചു അല്ലേ? കണ്ട് ചിരിച്ചു. ഇവിടെ ചിരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ചിരിച്ചു എന്ന് പറയുന്നത് ഒരു ക്രിയയാണ് അല്ലേ? കണ്ട് എന്ന് പറഞ്ഞതും ക്രിയയാണ്. അപ്പോൾ ഈ രണ്ടിനെയും ക്രിയ കൊണ്ട് തന്നെ വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മൾ വിനയച്ചം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിനയച്ചത്തിന് എന്താണ് 5 തരമുണ്ട്. അത് എങ്ങനെയാണ്? ഇത് ആദ്യം ഏത് സംഭവിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് മുൻവിനയച്ചം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുൻവിനയച്ചം കണ്ട് ചിരിച്ചു. ഇവിടെ എന്താണ്? ഇവിടെ ഒരു പൂർണ്ണക്രിയയാണ്. കണ്ട് ചിരിച്ചു എന്ന് പറഞ്ഞത് എന്താണ്? ചിരിച്ചു എന്നതൊരു പൂർണ്ണക്രിയയാണ് അല്ലേ? അപ്പോൾ പൂർണ്ണക്രിയയ്ക്ക് മുന്നേ സംഭവിക്കുന്ന അപൂർണക്രിയ, ഇതാണ് മുൻവിനയച്ചം എന്ന് പറയുന്നത്. അതായത് ചിരിച്ചു എന്നതിനെ മുന്നേ സംഭവിച്ചതാണ് എന്ത്? കണ്ടു എന്ന പ്രവൃത്തി. അപ്പോൾ കണ്ടിട്ടാണ് ചിരിച്ചത്. ആരെയോ കണ്ടാണ് ചിരിച്ചത്. അപ്പോൾ കണ്ട് കഴിഞ്ഞിട്ടാണ് ചിരിച്ചത്. അപ്പോൾ കണ്ട് കഴിഞ്ഞിട്ടാണ് ചിരിച്ചത്. അപ്പോൾ പൂർണ്ണക്രിയയാണ് ഇവിടെ ചിരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണക്രിയയ്ക്ക് മുന്നേ സംഭവിക്കുന്ന അപൂർണക്രിയ. അപ്പോൾ ഈ പൂർണ്ണക്രിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ചിരിച്ചു എന്നതാണ്. അപ്പോൾ ചിരിച്ചു എന്നതിന് മുന്നേ സംഭവിച്ചതാണ് എന്ത്? കണ്ടതിന് ശേഷമാണ് ആൾ ചിരിച്ചത്. അപ്പോൾ കണ്ട് ചിരിച്ചു എന്ന് പറഞ്ഞത് എന്താണ്? മുൻവിനയച്ചമാണ്. മുൻവിനയച്ചം എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയയ്ക്ക് മുന്നേ സംഭവിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? മുൻവിനയച്ചം എന്ന് പറയുന്നത്. അപ്പോൾ പിൻവിനയച്ചം എന്തായിരിക്കും? പൂർണ്ണക്രിയയ്ക്ക് ശേഷം സംഭവിക്കുന്നത്. അതായത് ഇപ്പോൾ എന്താണ്? കളിക്കാൻ വന്നു. ഇപ്പോൾ കളിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ കളിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താ ആദ്യം നടന്നത്? എന്താണ്? കളിക്കുകയാണ് ആദ്യം നടന്നത്? അല്ല, കുട്ടി വരികയാണ് ചെയ്തത്. അപ്പോൾ കളിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? വന്നു എന്നതാണോ? വന്നതിന് ശേഷമാണോ കുട്ടി കളിച്ചത്? അല്ലേ? വന്നതിന് ശേഷമാണ് കുട്ടി കളിച്ചത്. അപ്പോൾ വന്നു എന്നതാണ് ഇവിടെ ഫസ്റ്റ് സംഭവിച്ചത്. അപ്പോൾ കളിക്കാൻ വന്നതിന് ശേഷമാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? കളിക്കുന്നത് അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞത് എന്താണ്? കണ്ടു ചിരിച്ചു. അപ്പോൾ എന്താണ് അവിടെ എന്താണ് സംഭവിച്ചത്? കണ്ട് പഠിച്ചു. മനസ്സിലായോ? കണ്ട് പഠിച്ചു. കേട്ട് ഉറങ്ങി. അവിടെ കേട്ടതിന് ശേഷമാണ് കുട്ടി ഉറങ്ങുന്നത്. അപ്പോൾ ഉറങ്ങി എന്ന് പറയുന്നത് എന്താണ്? ഉറങ്ങി എന്ന് പറയുന്നത് അവിടെ എന്താണ്? പൂർണ്ണക്രിയയാണ്. അപ്പോൾ ഈ ഉറങ്ങി എന്ന പൂർണ്ണക്രിയയ്ക്ക് സംഭവിക്കുന്ന അപൂർണക്രിയയാണ് നമ്മൾ മുൻവിനയച്ചം എന്ന് പറയുന്നത്. അപ്പോൾ പിൻവിനയച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? വന്നു എന്നതാണ് ഇവിടെ പൂർണ്ണക്രിയ. വന്നു എന്നത് ഇവിടെ ഫസ്റ്റ് സംഭവിക്കുന്നു. മനസ്സിലായോ? ഇവിടെ വന്നു എന്നത് എന്താണ്? ഫസ്റ്റാണ് സംഭവിക്കുന്നത്. വന്നതിന് ശേഷമാണ് കുട്ടി കളിക്കുന്നത്. അപ്പോൾ കളിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ എന്താണ്? പൂർണ്ണക്രിയയ്ക്ക് മുന്നേ സംഭവിക്കുന്നതാണ് ഈ അപൂർണക്രിയ. അപ്പോൾ പൂർണ്ണക്രിയയ്ക്ക് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? അപൂർണക്രിയ സംഭവിക്കുന്നത്. അതായത് പിൻവിനയച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടി വന്നതിന് ശേഷമാണ് കളിക്കുന്നത്. അപ്പോൾ കളിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് കുട്ടി വരികയാണ് ചെയ്തത് അല്ലേ? അതിന് ശേഷമല്ലേ കളി തുടങ്ങുള്ളൂ? വന്നതിന് ശേഷമല്ലേ കളി തുടങ്ങുള്ളൂ? അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിൻവിനയച്ചം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 പഠിച്ചു. മുൻവിനയച്ചമുണ്ട്, പിൻവിനയച്ചമുണ്ട്. മുൻവിനയച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടു പഠിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പഠിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നുണ്ട്? പഠിച്ചു എന്ന പൂർണ്ണക്രിയ നടക്കുന്നതിന് മുൻപ് നമ്മൾ അവിടെ കാണുന്നുണ്ട് അല്ലേ? കണ്ടതിന് ശേഷമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ ക്രിയയ്ക്ക് മുൻപ് അവിടെ ഒരു അപൂർണക്രിയ സംഭവിക്കുന്നുണ്ട്.
ഇവിടെ എന്താണ്? പൂർണ്ണക്രിയയ്ക്ക് ശേഷമാണ് അപൂർണക്രിയ സംഭവിക്കുന്നത്. കളിക്കാൻ വന്നു കുട്ടി. വന്നു എന്ന് പറയുന്നത് പൂർണ്ണക്രിയയാണ്. ഈ പൂർണ്ണക്രിയയ്ക്ക് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? അപൂർണക്രിയ സംഭവിക്കുന്നത്. അതായത് കളിക്കാൻ കുട്ടി വന്നതിന് ശേഷമാണ് കളിക്കുന്നത്, അല്ലേ? അപ്പോൾ പൂർണ്ണക്രിയ അവിടെ സംഭവിച്ചു. വന്നു എന്ന് പറയുന്നത് അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അതിന് ശേഷമാണ് കുട്ടി കളിക്കാൻ പോകുന്നത്. അപ്പോൾ വന്നു എന്ന പൂർണ്ണക്രിയയ്ക്ക് ശേഷം നടക്കുന്നതിനെയാണ് അപൂർണക്രിയയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? പിൻവിനയച്ചം എന്ന് പറയുന്നത്. അപ്പോൾ അപൂർണക്രിയയ്ക്ക് മുന്ന് സംഭവിക്കുന്നത് മുൻവിനയച്ചം. മുന്ന് സംഭവിക്കുന്ന പൂർണ്ണക്രിയയ്ക്ക് മുന്ന് സംഭവിക്കുന്ന അപൂർണക്രിയയെ മുൻവിനയച്ചമെന്നും പൂർണ്ണക്രിയയ്ക്ക് ശേഷം സംഭവിക്കുന്ന അപൂർണക്രിയയെ നമ്മൾ എന്ത് പറയുന്നു? പിൻവിനയച്ചം എന്ന് പറയുന്നു. അപ്പോൾ ഈ പിൻവിനയച്ചം കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഓപ്ഷൻസ് തരയണം. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് പിൻവിനയച്ചം എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ്? ഓടിപ്പോയി, ചാടി വന്നു, കേട്ട് ഉറങ്ങി, ഉറങ്ങാൻ കിടന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് തരും. അപ്പോൾ ഇതിൽ നിന്ന് പിൻവിനയച്ചം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആൻ. ഈ ആൻ എന്ന് പറയുന്ന സ്വരം ഏതിലാണോ ഉള്ളത്? ആൻ, വന്നാൽ, അങ്ങനെയൊക്കെ പറയുന്ന സ്വരം അത് ഏതിലാണോ ഉള്ളത്? ആൻ എന്ന് പറയുന്ന സ്വരം ഏതിലാണോ ഉള്ളത് അതായിരിക്കും എന്ത്? പിൻവിനയച്ചം. അപ്പോൾ പിൻവിനയച്ചം കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്താണ്? ആൻ. ആൻ എന്ന് പറയുന്ന ഈ സ്വരം, കളിക്കാൻ, ആൻ എന്ന് പറയുന്ന ഒരു സ്വരം, ആ ഒരു സ്വരം ഓപ്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് പിൻവിനയച്ചമാണെന്ന് പറയാം. അതായത് കുളിക്കാൻ പോയി, കുളിച്ചിട്ടാണോ പോയത്? കുളിക്കാനാണ് പോയത്, അല്ലേ? അപ്പോൾ പോയതിന് ശേഷമായിരിക്കും അവിടെ കുളി തുടങ്ങുക. അതുപോലെ ഉറങ്ങാൻ കിടന്നു, ഉറങ്ങിയിട്ടാണ് കിടക്കുന്നത് ആരെങ്കിലും? ഉറങ്ങിയിട്ടല്ല കിടക്കുന്നത്, കിടന്നതിന് ശേഷമാണ് ഉറങ്ങുന്നത്. ഇനി പഠിക്കാനിരുന്നു, പഠിച്ചിട്ടാണ് ഇരിക്കുന്നത്, പഠിക്കാൻ വേണ്ടിയാണ് ഇരുന്നത്, അല്ലേ? ഫസ്റ്റ് ഇരിക്കുക എന്ന പ്രവൃത്തിയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ പഠിക്കാൻ ഇരുന്നതിന് ശേഷമാണ് കുട്ടി പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ പൂർണ്ണക്രിയയ്ക്ക് ശേഷം സംഭവിക്കുന്ന അപൂർണക്രിയയെ ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ പൂർണ്ണക്രിയയ്ക്ക് മുന്നേ സംഭവിക്കുന്ന അപൂർണക്രിയയെ മുൻവിനയച്ചമെന്നും പൂർണ്ണക്രിയയ്ക്ക് ശേഷം സംഭവിക്കുന്ന അപൂർണക്രിയയെ പിൻവിനയച്ചമെന്നും പറയുന്നു. ഇനി അടുത്തൊരു വിനയച്ചമാണ് തൻവിനയച്ചം. മൂന്നാമത്തെയാണ് തൻവിനയച്ചം. മൂന്നാമത്തൊരു വിനയച്ചമാണ് തൻവിനയച്ചം. എന്താണ് തൻവിനയച്ചം? തൻവിനയച്ചം എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയയെ ഒരുമിച്ച് സംഭവിക്കുന്ന, പൂർണ്ണക്രിയയും അപൂർണക്രിയ ഒരുമിച്ച് സംഭവിക്കുന്നത്. നമ്മൾ മുൻവിനയച്ചം പറഞ്ഞപ്പോൾ എന്താണ്? പൂർണ്ണക്രിയയ്ക്ക് മുന്നാണ് അപൂർണക്രിയ സംഭവിച്ചത്. പിൻവിനയച്ചം പറഞ്ഞപ്പോൾ പൂർണ്ണക്രിയയ്ക്ക് ശേഷമാണ് അപൂർണക്രിയ സംഭവിച്ചത്. ഇവിടെ എന്താണ്? തൻവിനയച്ചത്തിൽ ഇവ രണ്ടും ഒപ്പം സംഭവിക്കുന്നു. അതായത് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നടക്കവേ, നടക്കവേ വീണു. നടക്കവേ വീണു എന്ന് പറയുമ്പോൾ എന്താണ്? നടക്കവേ വീണു, നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണു, അല്ലേ? രണ്ടും ഒപ്പം സംഭവിച്ച കാര്യമാണ്. അതായത് നടന്നപ്പോൾ വീണു, പറയവേ തെറ്റി, പറഞ്ഞപ്പോൾ തെറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സെൻറ്റൻസുകളാണ് നടക്കവേ വീണു, പറഞ്ഞപ്പോൾ തെറ്റി, അല്ലെങ്കിൽ പറയവേ തെറ്റി. അങ്ങനെ പോൾ, അങ്ങനെയൊക്കെ വന്നാൽ അവേ എന്നൊക്കെ പറഞ്ഞ ഒച്ച, ഓൾ അവേ, നടക്കവേ വേ, കണ്ട ഇവിടെ അവേ എന്ന് പറയുന്ന ഒരു സൗണ്ട് ഉണ്ട്. നടക്കവേ ഇങ്ങനൊരു സൗണ്ട്, അല്ലെങ്കിൽ നടന്നപ്പോൾ പോൾ ഈ ഒരു സൗണ്ട്. ഇതൊക്കെ വന്നാൽ എന്താണ്? തൻവിനയച്ചമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നടന്നപ്പോൾ, നടക്കവേ, അങ്ങനെ രണ്ടും ഒപ്പം സംഭവിക്കുന്നത്, ഒരേ വേയിൽ സംഭവിക്കുന്നു. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് അവേ എന്ന് പറയുന്ന സൗണ്ട്, ഓൾ എന്ന് പറയുന്ന സൗണ്ട്. ഇതൊക്കെ വന്നാൽ എന്താണ്? അത് തൻവിനയച്ചമാണെന്ന് മനസ്സിലാക്കാം. ഇനി നാലാമത്തൊരു വിനയച്ചമാണ് നടുവിനയച്ചം. നടുവിനയച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്?
ക്രിയയെ നടുക്ക് നിർമ്മിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ നടുവിനേച്ചം. നടുവിനേച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? കാണുക ഉണ്ടായി. പറയുക ഉണ്ടായി. ചെയ്യുക വേണം, അല്ലെങ്കിൽ വരിക വേണം. ഇങ്ങനെ നമ്മൾ ഉഘ എന്നൊക്കെ പറയുന്നൊരു സൗണ്ട് വരുന്നത്. ഇവിടെ ഉഘ ഘ എന്നൊക്കെ പറഞ്ഞ സൗണ്ട് വന്നാൽ അത് നടുവിനേച്ചം. ഇവിടെ നമ്മൾ നടുവിൽ വെച്ച് എന്താണ്? അവിടെ നടുവിൽ വെച്ച് മുറിക്കണം. കാണുക. കണ്ട? കാണുക ഉണ്ടായി. അവിടെ നമ്മൾ മുറിക്കുകയാണ്, രണ്ടായിട്ട് മുറിക്കുന്നത്. കാണുക ഉണ്ടായി. അപ്പോൾ ഈ ഉഘ എന്നൊക്കെ പറഞ്ഞ സൗണ്ട് വന്നാൽ എന്താണ്? നടുവിനേച്ചമാണ്. അപ്പോൾ തൻവിനേച്ചം എന്ന് പറയുമ്പോൾ ഓൾ അവേ അല്ലേ, നടന്നപ്പോൾ, നടക്കവേ, അവേ എന്നൊക്കെ പറഞ്ഞ സൗണ്ട് വന്നാൽ തൻവിനേച്ചമാണെന്ന് കണ്ടുപിടിക്കാം. നടുവിനേച്ചം കണ്ടുപിടിക്കാൻ കാണുക, ആ എന്ന് പറഞ്ഞ സ്വരം, ഘ എന്ന് പറഞ്ഞ സ്വരം, ഉഘ എന്ന് പറയുക, അങ്ങനെ പറയുന്ന ആ സ്വരങ്ങളൊക്കെ വന്നാൽ നടുവിനേച്ചമാണെന്ന് മനസ്സിലാക്കാം. ഇനി പാക്ഷിക വിനേച്ചം. എന്താണ് ഈ പാക്ഷിക വിനേച്ചം? എന്താണ് ഈ പാക്ഷിക വിനേച്ചം? ഒരു പ്രവൃത്തി ചെയ്താൽ മറ്റൊന്നിൻ്റെ ഫലം നമുക്ക് കിട്ടും. അതായത് വന്നാൽ കാണാം. ഉദാഹരണം എന്താണ്? വന്നാൽ കാണാം, പറഞ്ഞാൽ കേൾക്കാം. പിന്നെന്താണ്? കണ്ടാൽ പറയാം. ഇതൊക്കെ എന്താണ്? ഒരു പ്രവൃത്തി ചെയ്താൽ മറ്റൊന്നിൻ്റെ ഫലം. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആൽ ഇൽ എന്നൊക്കെ പറയുന്ന സൗരമില്ലേ, ഇങ്ങനെ ആൽ ഇൽ. വന്നാൽ കാണാം, കണ്ടാൽ പറയാം, പറഞ്ഞാൽ കേൾക്കാം. ഇങ്ങനെയൊക്കെ പറയുന്നതിനാണ് പാക്ഷിക വിനേച്ചം. അപ്പോൾ പാക്ഷിക വിനേച്ചം കണ്ടുപിടിക്കാൻ എന്ത്? ആൽ ഇൽ എന്നൊക്കെ പറഞ്ഞ ഒരു സ്വരം. അതുപോലെ നടുവിനേച്ചം കണ്ടുപിടിക്കാൻ പറയുക, ഘ എന്നൊക്കെ പറഞ്ഞ സ്വരം. കാണുക ഉണ്ടായി, പറയുക ഉണ്ടായി. ഇനി തൻവിനേച്ചമാണെങ്കിലോ നടക്കവേ വീണു, നടന്നപ്പോൾ വീണു. രണ്ടും ഒപ്പം സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ മുൻവിനേച്ചം പിൻവിനേച്ചം ആണെങ്കിൽ മുൻവിനേച്ചം പൂർണ്ണക്രിയയ്ക്ക്, അതായത് പഠിച്ചു എന്നത് പൂർണ്ണക്രിയയാണ്. കണ്ടു പഠിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഈ പഠിച്ചു എന്ന പൂർണ്ണക്രിയയ്ക്ക് മുന്നിൽ സംഭവിക്കുകയാണ് കാണുക എന്ന പ്രവൃത്തി. പിൻവിനേച്ചം എന്ന് പറയുമ്പോൾ എന്താണ്? പൂർണ്ണക്രിയയ്ക്ക് ശേഷം. ഇപ്പോൾ കളിക്കാൻ വന്നു എന്ന പൂർണ്ണക്രിയയ്ക്ക് ശേഷം സംഭവിക്കുന്നതാണ് കളിക്കുക എന്നത്. അപ്പോൾ പൂർണ്ണക്രിയയ്ക്ക് ശേഷം സംഭവിക്കുന്ന അപൂർണ്ണക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിൻവിനയച്ചം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 5 ക്ലാസിഫിക്കേഷന്. അപ്പോൾ ഇനിയും അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ക്രിയയുടെ വിനേച്ചം എന്ന ടോപ്പിക്കിൻ്റെ 5 ക്ലാസിഫിക്കേഷനാണ് ഇന്നത്തെ ക്ലാസ്സിലെടുത്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഒരു ഷോർട്ടായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ് ഇത്തിരി ലെങ്തി ആയതുകൊണ്ട് അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ക്രിയ എന്ന ടോപ്പിക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ക്രിയയിൽ നമ്മൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പഠിച്ചു അല്ലേ? സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ എന്ന് പഠിച്ചു. കേവലക്രിയ, പ്രയോജക ക്രിയ, മുറ്റുവിന പറ്റുവിന എന്താണെന്ന് പഠിച്ചു. കാരിത ക്രിയ, അകാരിത ക്രിയ എന്താണെന്ന് പഠിച്ചു. പേരച്ചം വിനേച്ചം എന്താണെന്ന് പഠിച്ചു. അതിൽ വിനേച്ചത്തിൻ്റെ 5 ക്ലാസിഫിക്കേഷൻ, മുൻവിനേച്ചം പിൻവിനേച്ചം എന്താണെന്ന് പഠിച്ചു. തൻവിനേച്ചം, നടുവിനേച്ചം, പാക്ഷിക വിനേച്ചം ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വീണ്ടും ക്ലാസ് കണ്ടിട്ട് ഷോർട്ട് നോട്ടൊക്കെ ഒന്ന് എഴുതിയെടുത്തിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.